വരുമാനം 4 ലക്ഷം രൂപയെക്കാട്ടും കൂടുതലുണ്ട്. അപ്പോൾ ഇതാണ് കോമൺലി ഉള്ള ഒരു റൂൾ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഒരാളുടെ വരുമാനം 4 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ ആൾ റിട്ടേൺ ഫയൽ ചെയ്യണം. ഇനി ആൾ ഓൾഡ് ടാക്സ് റെജീമാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിമിറ്റ് വരുന്നത് 2.5 ലക്ഷമാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും ന്യൂ ടാക്സ് റെജീമാണ് എടുക്കുന്നത്. അപ്പോൾ അത് കാരണം തന്നെ 4 ലക്ഷം രൂപയെക്കാട്ടും കൂടുതൽ വരുമാനം ഉണ്ടെങ്കിൽ ആൾ റിട്ടേൺ ഫയൽ ചെയ്യണം. ഇതാണ് ജനറലി ഉള്ളൊരു റൂൾ അതാണ്. പക്ഷേ ഇതല്ലാതെ ഒരുപാട് വേറെ കണ്ടീഷൻസ് ഉണ്ട് കേട്ടോ. അതായത് നമ്മുടെ പഴയ 1961 ആക്ടിൽ സെക്ഷൻ 139 പ്രകാരം വേറെയും ഒരുപാട് കണ്ടീഷൻസ് പറയുന്നുണ്ട് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരാളുടെ കറണ്ട് ബില്ലുണ്ടല്ലോ, കറണ്ട് ബില്ല് 1 ലക്ഷം രൂപയെക്കാട്ടും കൂടുതലാണെന്ന് വിചാരിക്കും. ഒരു വർഷം അദ്ദേഹം അടച്ചിരിക്കുന്ന ഇലക്ട്രിസിറ്റി ബില്ല് 1 ലക്ഷം രൂപയെക്കാട്ടും കൂടുതലാണെങ്കിൽ അവിടെ മാൻഡേറ്ററി ആയിട്ട് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. ഇനി വേറൊരു സിറ്റുവേഷൻ ഉള്ളത്, ഒരാൾ ഫോറിൻ ട്രിപ്പൊക്കെ പോയിട്ടുണ്ടെന്ന് വിചാരിക്കും. ഇപ്പോൾ ഒരുപാട് ഫോറിൻ ട്രിപ്പൊക്കെ പോകുന്നുണ്ട് ഒരുപാട് ആളുകൾ. അപ്പോൾ ഇദ്ദേഹം ഫോറിൻ ട്രിപ്പ് പോയിട്ടുണ്ട്, 2 ലക്ഷം രൂപയെക്കാട്ടും കൂടുതൽ ഫോറിൻ ട്രിപ്പിൽ വേണ്ടി ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം മാൻഡേറ്ററി ആയിട്ട് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം.